ഹേ ഇറ്റ്സ് ആമി. കഴിഞ്ഞ വീഡിയോന്റെ ബാക്കിയാണിത്. അങ്ങനെ നമ്മൾ വൈകിട്ട് പുറത്തൊക്കെ ഇറങ്ങിയിട്ട് നേരെ റൂമിലേക്ക് പോയി. പിറ്റേ ദിവസം രാവിലെ എണീറ്റ് റെഡി ആയി. രാവിലെ ഒരു പുലർച്ചെ 2 മണിക്ക് എണീറ്റ് റെഡി ആയി ചേർത്ത് കാണാൻ പോയി. ഞാൻ സാരിയാണ് ഉടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു കമ്മല അവിടെ നിന്ന് തന്നെ വാങ്ങിച്ചതാണ് ഗുരുവായൂർ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കഴിഞ്ഞ് ഞാൻ ഗുരുവായൂർ പോകുമ്പോൾ എപ്പോഴും വിചാരിക്കും ഇവിടെ നിന്ന് ഒരു കോഫി കുടിക്കാൻ. അതൊക്കെ പ്രതീക്ഷിച്ച് അവിടെ പോയി കഴിഞ്ഞപ്പോഴായിരുന്നു അത് തുറന്നിട്ടുണ്ടായിരുന്നില്ല. ശരിയെന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ പോയി ഒരു മസാല ദോശയൊക്കെ കഴിച്ചു അടുത്തുള്ള ഇന്ത്യൻ കോഫി ഹൗസ്. അത് കഴിഞ്ഞ് നേരെ ബീച്ചിലേക്കാണ് പോയത്. ഒരു 10 മണിയൊക്കെ ആകുമ്പോഴാണ് പോയത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു. അതുപോലെ ബീച്ചിലും വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അത്ര ആൾക്കാരൊന്നും ഇല്ല. കുറച്ച് ആൾക്കാർ ബാക്കിൽ ഉണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ് ഞങ്ങൾ ഞണ്ടൊക്കെ കണ്ടു. കുറെ നേരം കടലിലൊക്കെ കളിച്ചു. അത് കഴിഞ്ഞിട്ട് അവിടെ അമ്മ പറഞ്ഞു കടലമ്മ കള്ളിന്ന് എഴുതി കഴിഞ്ഞാൽ കടലിന് ദേഷ്യം വരും, തിരമാല അടിച്ച് അതൊക്കെ മായ്ക്കും. ഇപ്പൊ പോകുമ്പോഴും എഴുതാറുണ്ട്. അപ്പൊ ഇപ്രാവശ്യം അങ്ങനെ എഴുതി അതൊക്കെ മായി കയറ്റി എഴുതും തോറും അത്രയ്ക്കും തിരമാല ഇങ്ങനെ കയറി വന്ന് മായ്ക്കും. അതും അവിടെ കുഴിയൊക്കെ കുഴിക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ സിനിമ കാണാൻ പോയി. അവിടെ ഗുരുവായൂരുള്ള തിയേറ്റർ തന്നെ ആയിരുന്നു. റോഡ് മൂവിക്കാണ് പോയത്. ഒരു തിരക്കുണ്ടായിരുന്നില്ല. ആകെ 10-15 പേരുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ മൂവിയൊക്കെ കണ്ട് എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. നമ്മൾ മമ്മൂട്ടി മോഹൻലാൽ പറയുമ്പോൾ അത്ര ഹൈപ്പിൽ പോവും, അത്രയ്ക്ക് ഹൈപ്പൊന്നും ഇല്ല. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി മൂവി കഴിയാൻ ഒരു 3 മണിയൊക്കെ. അതിന് വരുന്ന വഴിക്ക് സ്നാക്സ് എന്തെങ്കിലും കഴിക്കാൻ വിചാരിച്ചു. ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അവിടെ ആണെങ്കിൽ വെറൈറ്റി സ്നാക്സ് ആയി. ഞാൻ അവിടെ നിന്ന് ഒരു ഓറഞ്ച് ജ്യൂസ് കുടിച്ചു. പിന്നെ സ്നാക്സ് ആയിട്ട് ഈ ഇറാനി പോള, പിന്നെ ഒരു ചിക്കൻ കട്ട്ലറ്റും പിന്നെ ഈ ബ്രെഡ് പോക്കറ്റും വാങ്ങി. ഇറാനി പോള എന്ന് പറയുന്നത് ഈ ഒരു മുട്ടന്റെ ഒക്കെ ടേസ്റ്റ് ആയിരുന്നു. ബ്രെഡ് പോക്കറ്റ് പിന്നെ നല്ല ഫില്ലിംഗ് ഒക്കെ ആയിട്ട് ചിക്കന്റെ. അതൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി വരുന്ന വഴിക്ക് JCB കണ്ടു. JCB കാണുമ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും. നല്ല രസമാണ്. അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ വീട്ടിലേക്ക് പോയി. ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.